നമസ്കാരം സുഹൃത്തുക്കളെ, ഷുവർ ഷോട്ട് സി എയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഷുവർ ഷോട്ട് സി എ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനു മുമ്പും ഒരു 4 ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, സി എ ഇട്ടിട്ടുണ്ട്. അത് എല്ലാ ക്ലാസ്സുകളും സി എയുടെ പ്രയോജനപ്പെടുത്താനായിട്ട് ഒരു ക്ലാസ്സുകൾ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് എങ്കിലും പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് നോക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കണേ, ഓരോ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരും എന്നുള്ള ഷുവർ ഷോട്ട് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഗ് ചെയ്യാതെ പഠിക്കുകയും ചെയ്യാം. എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇത് കാണാനും സാധിക്കും. നമ്മുടെ രാഷ്ട്രപതി ആരാണ്, ഏത് എത്രാമത്തെയാണ് എന്ന് എല്ലാം പഠിക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ വീഡിയോ എന്താണ്, ഇതല്ലേ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് പോകരുത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. രാഷ്ട്രപതി 15ാമത്തെ രാഷ്ട്രപതിയാണ് കേട്ടോ. 15ാമത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു. പഠിക്കണേ, 15ാമത്തെയാണ് ചോദിക്കും കേട്ടോ. ഉപരാഷ്ട്രപതി ആരാണ്? ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. ആരാണ്? CP രാധാകൃഷ്ണൻ. പഠിക്കണേടാ, CP രാധാകൃഷ്ണനാണ്. പഠിച്ചല്ലോ. ഇനി പ്രധാനമന്ത്രി ആരാ? പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. അല്ലേ? പഠിക്കണേ, ഹെഡുകളിനെ ആദ്യം പഠിക്കണേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതായത് 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 53 ആണ്. സംഖ്യയാണ് പഠിക്കേണ്ടത്. സംഖ്യയാണ് 53. സൂര്യകാന്ത് ആണ്. എങ്കിൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്കിന്റെ ഗവർണർ 26ാമത്തെ ഗവർണർ ആണ് സഞ്ജയ് ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. പഠിക്കട, ഈ 5 എണ്ണം പഠിക്കുക. രാഷ്ട്രപതി 15ാമത്തെ ദ്രൗപദി മുർമു. ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവര് മുൻപ് ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു, പിന്നീടാണ് ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. പ്രധാനമന്ത്രി പിന്നെ നരേന്ദ്രമോദിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 53ാമത്തെയാണ് സൂര്യകാന്ത് കേട്ടോ. സൂര്യകാന്ത്. റിസർവ് ബാങ്ക് ഗവർണർ 26ാമത്തെയാണ് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. ഈ സ്ലൈഡ് ഓക്കെ ആയല്ലോ. എങ്കിൽ അടുത്തത് നമ്മുടെ ലോകസഭാ സ്പീക്കർ ആരാണ്? ലോകസഭാ സ്പീക്കർ. ലോകസഭാ സ്പീക്കർ വേഗം അറിയുന്നവരൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യണേ. ഓം ബിർള. ലോകസഭാ സ്പീക്കർ ഓം ബിർള. എങ്കിൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ നമ്മൾ പഠിച്ചു അല്ലെ? രാജ്യസഭ അധ്യക്ഷൻ ആരായിരിക്കും എപ്പോഴും? രാജ്യസഭയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും അല്ലെ? രാജ്യസഭയുടെ അധ്യക്ഷൻ എപ്പോഴും ഉപരാഷ്ട്രപതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു CP രാധാകൃഷ്ണനാണ് എന്ന് ഓൾറെഡി പറഞ്ഞു അല്ലെ? അപ്പോഴും രാജ്യസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. ആ ഉപരാഷ്ട്രപതി ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു, CP രാധാകൃഷ്ണനാണ് എന്ന് പറഞ്ഞു. എങ്കിൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഹരിവംശ് നാരായൺ സിംഗ്. അപ്പോ CP രാധാകൃഷ്ണൻ രാജ്യസഭ അധ്യക്ഷൻ, രാജ്യസഭ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. എങ്കിൽ രാജ്യസഭയിലെ കക്ഷി നേതാവ് ആരാണ്? രാജ്യസഭ കക്ഷി നേതാവ് JP നദ്ദയാണ്. ആരാണ്? JP നദ്ദ. എങ്കിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാ? ഇപ്പൊ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് നമ്മൾ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു. എങ്കിൽ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. ഓക്കെ ആണോ? ഇനി ലോകസഭയിലെ സെക്രട്ടറി ജനറൽ, ലോകസഭ സെക്രട്ടറി ജനറൽ, രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരൊക്കെയാണ്? ലോകസഭയിലെ സെക്രട്ടറി ജനറൽ പഠിക്കണേ, ചോദ്യം വന്നു കഴിഞ്ഞതാണ്. ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭ സെക്രട്ടറി ജനറൽ. രാജ്യസഭ സെക്രട്ടറി ജനറൽ PC മോദിയാണ്. നരേന്ദ്രമോദി അല്ല, PC മോദിയാണ്.
ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ലോകസഭാ സ്പീക്കർ ഓം ബിർള, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്, രാജ്യസഭാ കക്ഷി നേതാവ് JP നദ്ദ, ലോകസഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്, രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദി. അറ്റോർണി ജനറൽ ആരാണ്? അറ്റോർണി, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതാം, നിങ്ങൾ പഠിച്ചവരുണ്ടെങ്കിൽ അതൊന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, സോളിസിറ്റർ ജനറൽ ഒക്കെ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, പിന്നെ CAG ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഒന്ന് ഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. ആരാണ് CAG എന്ന്? ആരാണ് ലോക്പാൽ? ഇപ്പോ ആരാണ് ലോക്പാൽ? ഇനി പിന്നെ ആരാണ് നമ്മുടെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എങ്കിൽ ദേശീയ വിവരാവകാശ കമ്മീഷണർ, ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ചെയർമാൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. ഇതൊക്കെ ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരമണി. ആരാണ്? R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. ആരാണ്? തുഷാർ മേത്ത. CAG ഓഫ് ഇന്ത്യ K സഞ്ജയ് മൂർത്തി. ആരാണ്? K സഞ്ജയ് മൂർത്തി. എത്രാമത്തെയാണ്? 15ാമത്തെയാണ് കേട്ടോ. 15ാമത്തെയാണ്. ലോക്പാൽ ആരാണ്? അജയ് മണിക് റാവു ഗാൻവിൽക്കർ. ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. എത്രാമത്തെയാണ്? 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. മനുഷ്യാവകാശ കമ്മീഷൻ V രാമസുബ്രഹ്മണ്യൻ. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ രാഹത്കർ. 9ാമത്തെയാണ് കേട്ടോ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇവിടെയൊക്കെ ദേശീയ എന്ന് കൂട്ടിച്ചേർക്കണേ. നമ്മളെ ഇന്ത്യയിലെ നിയമനങ്ങളാണ് ഫുള്ളായിട്ട് പഠിക്കുന്നത് കേട്ടോ. ദേശീയ പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാനയാണ്. ആരാണ്? കിഷോർ മക്വാന. പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യ. ആരാണ്? അന്തർ സിംഗ് ആര്യ ആണ് പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആണ് സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് പിന്നാക്ക വിഭാഗ കമ്മീഷന്റേത്. ന്യൂനപക്ഷ കമ്മീഷന്റേത് ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ നിയമ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരിയാണ് നിയമ കമ്മീഷൻ ചെയർമാൻ. ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ വലേറ്റി പ്രേംചന്ദ് ആണ്. ആരാണ്? വലേറ്റി പ്രേംചന്ദ്. ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരി. എത്രാമത്തെയാണ്? 16ാമത്തേതാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. ഓക്കെ ആണോ? എങ്കിൽ UPSC ചെയർമാൻ ആരാ?
അജയ് കുമാർ ആണ്. UPSC അജയ് കുമാർ. എങ്കിൽ UGCയുടെ ചെയർമാൻ വിനീത് ജോഷി. ആരാണ്? വിനീത് ജോഷി. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാന, പട്ടികവർഗം അന്തർ സിംഗ് ആര്യ, പിന്നാക്ക വിഭാഗം സ്വാതി നിരഞ്ജൻ ജ്യോതി, ന്യൂനപക്ഷം ഇക്ബാൽ സിംഗ് ലാൽപുര, നിയമം ദിനേശ് മഹേശ്വരി, ബാലാവകാശ കമ്മീഷൻ വലേറ്റി പ്രേംചന്ദ്, ധനകാര്യം അരവിന്ദ് പനഗരിയ, ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ, UPSC ചെയർമാൻ അജയ് കുമാർ, UGC ചെയർമാൻ വിനീത് ജോഷി. ആരാണ്? വിനീത് ജോഷി. ഇനി നമുക്ക് ഇന്ത്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണേ. ഇന്ത്യൻ ഇപ്പൊ സെൻസസ് നടക്കുന്നതും കൂടി കൊണ്ട് പറയാണ്. ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആരാണ്? സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ കുമാർ നാരായൺ. ആരാണ്? മൃത്യുഞ്ജയ കുമാർ നാരായൺ ആണ്. പഠിക്കണേ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ കുമാർ നാരായൺ ആണ്. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി. ആരാണ്? അജിത് കുമാർ മൊഹന്തി ആണ് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ. എങ്കിൽ നമ്മുടെ വിജിലൻസ് കമ്മീഷണർ ആരാ? കേന്ദ്രത്തിലെ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ആരാണ്? പ്രവീൺ കുമാർ. അത് നേരത്തെ നമ്മൾ ശ്രീവാസ്തവ പഠിച്ച പ്രകാശ് ശ്രീവാസ്തവയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചെയർമാൻ ആണ് പ്രകാശ് ശ്രീവാസ്തവ. ഇവിടെ പ്രവീൺ കുമാർ ശ്രീവാസ്തവ വിജിലൻസ് കമ്മീഷണർ ആണ് കേട്ടോ, വിജിലൻസ് കമ്മീഷണർ ആണ്. അതേപോലെ PAC പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അല്ലെ, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ വേണുഗോപാൽ ആണ്. ആരാണ്? വേണുഗോപാൽ. റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആരാ? റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? സതീഷ് കുമാർ ആണ്. ആരാണ്? റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ സതീഷ് കുമാർ ആണ്. PAC പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ വേണുഗോപാൽ ആണ്. നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാ? ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ ആണ്. ആരാണ്? TV സോമനാഥൻ ആണ് ക്യാബിനറ്റ് സെക്രട്ടറി. ആഭ്യന്തര സെക്രട്ടറി ആരാ? ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ ആണ്. ആരാണ്? ഗോവിന്ദ് മോഹൻ ആണ് ആഭ്യന്തര സെക്രട്ടറി. ക്യാബിനറ്റ് സെക്രട്ടറി സോമനാഥൻ ആണ്. ധനകാര്യ സെക്രട്ടറി ആരാ? ധനകാര്യ സെക്രട്ടറി. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് കയറി വരുന്നത് കേട്ടോ. ധനകാര്യ സെക്രട്ടറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നോ? ഇല്ല. ധനകാര്യ സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. ആരാണ്? TV സോമനാഥൻ. അതായത് അദ്ദേഹത്തിന് അഡീഷണൽ ചാർജ് കൊടുത്താണ് കേട്ടോ. ക്യാബിനറ്റ് സെക്രട്ടറി ആയ സോമനാഥൻ തന്നെയാണ് ധനകാര്യ സെക്രട്ടറി കൈകാര്യം ചെയ്യുന്നത്. അഡീഷണൽ ചാർജ് സോമനാഥന് കൊടുത്തതാണ്. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ്. പ്രതിരോധ സെക്രട്ടറി, ഡിഫൻസ് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ് പ്രതിരോധ സെക്രട്ടറി എന്ന് പറയുന്നത്. വിദേശകാര്യ സെക്രട്ടറി ആരാ? വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആണ്. ആരാണ്? വിക്രം മിശ്രി ആണ് വിദേശകാര്യ സെക്രട്ടറി. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഇതൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനത്തെ വരാറുണ്ട് കേട്ടോ. അനന്ത നാഗേശ്വരൻ. കാരണം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അധികം അങ്ങനെ നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നവർ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പൊ PSCക്ക് ഇഷ്ടവും. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ ആണ്. എങ്കിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ
ഡോവൽ ആണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇനി മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് ആരാ? മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അത് അജയ് കുമാർ സൂത് ആണ്. അജയ് കുമാർ സൂത്. ഓക്കെ ആണോ? ഇനി RBI ഗവർണറൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, സഞ്ജയ് മൽഹോത്രയാണ് RBI ഗവർണർ എന്ന് പറഞ്ഞു. SBIയുടെ ചെയർമാൻ ആരാ? SBIയുടെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര, SBI ശ്രീനിവാസലു ഷെട്ടി. ആരാണ് SBI ചെയർമാൻ? ചെല്ല ശ്രീനിവാസലു ഷെട്ടി. ആരാണ്? ഷെട്ടി. ഇനി LIC മാനേജിംഗ് ഡയറക്ടർ ആരാണ്? രാമകൃഷ്ണൻ ചന്ദർ. സെബിയുടെ ചെയർമാൻ ആരാ? സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ സെബിയുടെ ചെയർമാൻ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. വിദേശകാര്യ സെക്രട്ടറി, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, വെരി ഇമ്പോർട്ടന്റ്. എങ്ങനത്തെ ചോദ്യങ്ങളാണ് PSCക്ക് കൂടുതലും ചോദിക്കുക, കറണ്ട് അഫെയറിൽ പഠിച്ചു വെക്കണം. അനന്ത നാഗേശ്വരനാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവലാണ്. ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂത്താണ്. SBIയുടെ ചെല്ല ശ്രീനിവാസലു ഷെട്ടി, LICയുടെ രാമകൃഷ്ണൻ ചന്ദർ, സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. നബാർഡിന്റെ ചെയർമാൻ ആരാണ്? നബാർഡിന്റെ ഷാജി കെ വി ആണ് നബാർഡിന്റെ ചെയർമാൻ. നബാർഡ് രൂപീകൃതമായ വർഷം 1982. ഏതാണ് കമ്മിറ്റി? ശിവരാമൻ കമ്മിറ്റി കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ട്രായിയുടെ ചെയർമാൻ ആരാണ്? അനിൽകുമാർ ലഹോട്ടിയാണ്. ആരാണ്? അനിൽകുമാർ ലഹോട്ടിയാണ് ട്രായിയുടെ ചെയർമാൻ. അനിൽകുമാർ ലഹോട്ടി. അടുത്ത നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. നീതി ആയോഗിന്റെ CEO നിധി ചിബർ. നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ആയിരിക്കും എപ്പോഴും ചെയർമാൻ പദവി വഹിക്കുക. വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. CEO നിധി ചിബർ. ഇനി VSSCയുടെ ഡയറക്ടർ ആരാണ്? A രാജരാജനാണ്. ആരാണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരെ എന്ന് ചോദിച്ചാൽ A രാജരാജനാണ്. ISROയുടെ ചെയർമാൻ V നാരായണനാണ്. 11ാമത്തെ ചെയർമാനാണ് V നാരായണൻ. റോയുടെ ചെയർമാൻ പരാഗ് ജെയിൻ ആണ്. റോയുടെ ചെയർമാൻ, റോ എന്താണ്? റിസർച്ച് അനലൈസിസ് വിങ് ആണ്. അതിന്റെ ചെയർമാൻ പരാഗ് ജെയിൻ ആണ്. ആരാണ്? പരാഗ് ജെയിൻ. ഇനി CBIയുടെ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂത് ആണ്. ആരാണ്? CBIയുടെ ഡയറക്ടർ പ്രവീൺ സൂത്. അടുത്ത DRDOയുടെ ചെയർമാൻ DRDOയുടെ ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് ആണ്. രാജേഷ് കുമാർ സിംഗ്. സംയുക്ത സൈനിക മേധാവി പറയുമ്പോൾ കരസേനയും നാവികസേനയും വ്യോമസേനയും കൂടിയിട്ട് മൊത്തമായിട്ടുള്ളത് രാജസുബ്രഹ്മണ്യാണ്. ആരാണ്? രാജസുബ്രഹ്മണ്യ. എങ്കിൽ കരസേനയുടെ മാത്രം മേധാവി ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനയുടെ മേധാവി കൃഷ്ണ സ്വാമിനാഥൻ, വ്യോമസേനയുടെ മേധാവി അമർപ്രീത് സിംഗ് ആണ്. അപ്പൊ സംയുക്ത സൈന്യം പറയുമ്പോൾ 3 സേനകളിൽ കൂടി ചേർന്നതാണ്. അത് രാജസുബ്രഹ്മണ്യ ആണെങ്കിൽ കരസേനയുടെ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും നാവികസേന കൃഷ്ണ സ്വാമിനാഥനും വ്യോമസേന അമർപ്രീത് സിംഗുമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക്. സാഹിത്യ അക്കാദമിയാണ്. എങ്കിൽ കേന്ദ്ര ലളിതകല അക്കാദമി V നാഗദാസ് ആണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ സന്ധ്യ പുരേച്ചയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ആണെങ്കിൽ മാധവ് കൗശിക്, ലളിതകല അക്കാദമി ആണെങ്കിൽ V നാഗദാസ്, സംഗീത നാടക അക്കാദമി ആണെങ്കിൽ സന്ധ്യ പുരേച്ച. ഇനി യുനെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. യുനെസ്കോയിൽ എപ്പോഴും എന്തുണ്ടാകും? നമ്മുടെ രാജ്യത്ത് നിന്നും ഒരു സ്ഥിരം പ്രതിനിധി അവിടെ കേന്ദ്രീകരിക്കാനായിട്ട് ഉണ്ടാകും അല്ലെ? അപ്പോൾ ആരാണ് യുനെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വിശാൽ ശർമ്മയാണ്. ആരാണ്? വിശാൽ ശർമ്മ. എങ്കിൽ UNOയുടെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന UNOയുടെ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ അംബാസിഡറും
അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയും ആരായിരുന്നു? പർവ്വതനേനി ഹരീഷ് ആണ്. ആരാണ്? ഒരൊറ്റ പേരാണ് പർവ്വതനേനി ഹരീഷ്. UNOയുടെ ഇന്ത്യയുടെ അംബാസിഡർ. അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരെ എന്ന് ചോദിച്ചാൽ പർവ്വതനേനി ഹരീഷ്. അതായത് നമ്മുടെ ഇതിനു മുമ്പ് ആരായിരുന്നു? രുചിര കമ്പോജ് ആയിരുന്നു അല്ലെ? രുചിര കമ്പോജ് വിരമിച്ചതിനെ തുടർന്നിട്ടാണ് ഇപ്പോ സ്ഥിരം പ്രതിനിധിയായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ട് പർവ്വതനേനി ഹരീഷ് സ്ഥാനം വഹിക്കുന്നത്. അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനീവ ഘടകത്തിന്റെ, രണ്ടും വേറെ വേറെയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനീവ ഘടകത്തിന്റെ അംബാസിഡറും അതുപോലെ തന്നെ ജനീവ ഘടകത്തിന്റെ സ്ഥിരം പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ അത് അരിന്ദം ബാഗ്ചിയാണ്. ആരാണ്? അരിന്ദം ബാഗ്ചിയാണ്. അരിന്ദം ബാഗ്ചി. ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി അഞ്ജു രതി റാണ. അപ്പോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡർ ആൻഡ് സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് ആണെങ്കിൽ ജനീവ ഘടകത്തിന്റെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയും അരിന്ദം ബാഗ്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആണ് അഞ്ജു രതി റാണ. ആരാണ്? അഞ്ജു രതി റാണ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ത്യയിലുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്? പദവി വഹിക്കുന്നവരുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് ഇന്നത്തേത്. പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ. നമുക്ക് അതേപോലെ 30 days ചാലഞ്ചിൽ നമ്മൾ കുറേ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ആ ചാലഞ്ചുകളെല്ലാം ഇന്ത്യ എക്സാമിന് പോകും മുമ്പ് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ 2021 to 2026 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. 2021 മുതൽ 2026 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.